ഏലക്കായ്, പശുവിൻ നെയ്യ്, പിന്നെ നമ്മുടെ മുന്തിരി, പിന്നെന്താണ് അമൂലിൻ്റെ മിൽക്ക് മെയ്ഡാണ്. അതൊക്കെ ഉപയോഗിച്ചൊരു അടിപൊളി പായസം തയ്യാറാക്കിയാലോ? ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ചേട്ടൻ്റെ പിറന്നാളാണ്. അപ്പം ഞാൻ കരുതി ഒരു പാക്കറ്റ് സേമിയ പായസം വെച്ച് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ പായസത്തിന് വേണ്ടുന്ന പാലാണ് 3 പാക്കറ്റ് പാലും, പിന്നെ ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ അത് റോസ്റ്റ് ചെയ്തെടുക്കണേ. പിന്നെ നമ്മളെ സേമിയം ഓക്കെ പാൽ ഒഴിച്ച് കൊടുക്കുവാണ്. അതിലേക്ക് നമ്മൾ 3 പാക്കറ്റ് പാല് ഒഴിച്ച് കൊടുത്തു. ഇതാ നമ്മളെ വറുത്ത സേമിയം ഇതായിട്ട് കൊടുക്കുവാണ്. മെല്ലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ മെല്ലെ ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ തീ കുറച്ച് ഫ്ലെയിമിലാക്കി അങ്ങനെ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുവാണ്. മിൽക്ക് മെയ്ഡൊക്കെ ചേർന്നുള്ള പായസമാണ്. ആവശ്യത്തിന് മാത്രം മതി കേട്ടോ. അധികം ആകുമ്പോൾ മധുരം കൂടും, ഷുഗർ വരും. ഏകദേശം വെന്ത് വരാറായേ. അങ്ങനത്തെ നമ്മൾ സേമിയ പായസം ഇങ്ങനെ റെഡിയായി വരികയാണ്. അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ചെറിയ തീയിൽ, എന്നാലേ വേവ്. അങ്ങനെ ഒരുവിധം വെന്ത് വന്ന് നമ്മൾ പാകത്തിന് പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. മിൽക്ക് മെയ്ഡുണ്ട്, അതുകൊണ്ട് അധികം പഞ്ചസാര വേണ്ടി വരില്ല. മിൽക്ക് മെയ്ഡിൽ തന്നെ നല്ല മധുരം ഉണ്ടാവുമല്ലോ. നല്ല ഇളക്കി സാവധാനം ഇളക്കി കൊടുക്കണം. പഞ്ചസാരയൊക്കെ ചേർന്ന് വരുന്നുണ്ട്. സാവധാനം ഇളക്കി കൊടുക്കുക. അങ്ങനെ മിൽക്ക് മെയ്ഡും പഞ്ചസാരയൊക്കെ ചേർന്ന് വരുന്നുണ്ട്. അപ്പം മധുരമൊക്കെ കറക്റ്റായി എന്ന് തോന്നുന്നു കേട്ടോ. RKG ഒഴിക്കുവാണ്.
അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് വാട്ടി എടുത്തോട്ടോ. അതിന് കോരിയിട്ട് നമ്മുടെ പായസത്തിലേക്ക് ചേർക്കണം. ഇനി കുറച്ച് നമ്മുടെ പനിനീരാണ് ഇത്. ഏലക്കായ ഇങ്ങനെ പൊടിച്ച് ചേർത്ത് ഉണ്ടോ. അങ്ങനെ നമ്മുടെ പായസം റെഡിയായി. എല്ലാം ഈ പായസം റെഡിയായി.